ആലപ്പുഴ അതിരൂപത ആസ്ഥാനത്തെത്തി ലീഗ് നേതാക്കൾ ബിഷപ്പുമാരുമായി ചർച്ച നടത്തി. അതിനുശേഷം സർക്കാരാണിപ്പോൾ ഇതിന് പരിഹാരം കാണേണ്ടത്. സർക്കാർ തയ്യാറാവുന്നില്ല എന്നതാണ്. അല്ല, അവരാണല്ലോ വിൽപ്പന നടത്തിയതാരാ. വഖഫ് ഭൂമിയാണെന്ന് കോടതി വിധി നിൽക്കുമ്പോൾ വിറ്റവർ ലീഗുമായി ബന്ധപ്പെട്ട ആളുകൾ. അപ്പോൾ അവർക്ക് അവരെ സംരക്ഷിക്കേണ്ടി വരുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ഇത് പരിശോധിച്ചിട്ട് ആ റിപ്പോർട്ട് അയച്ചു കൊടുത്തപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ ആദ്യ ഭാഗത്തുണ്ട് നിങ്ങളാണ് വെദർ എന്നുള്ളത്, നിങ്ങളാണ് ഇത് തീരുമാനിക്കേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായി വാദം കേട്ട് വിധി പ്രഖ്യാപിച്ചതും ലീഗിൻ്റെ നേതാവ് അധ്യക്ഷനായിട്ടുള്ള വഖഫ് ബോർഡാണ്. അതിൻ്റെ ഭാഗമായി സാധാരണ ജനങ്ങളെ ബാധിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഗവൺമെൻറ് മുമ്പിൽ പ്രശ്നം വന്നു. ഞങ്ങൾ നികുതി അടയ്ക്കാൻ തീരുമാനമെടുത്തു. ആ തീരുമാനം വഖഫ് ബോർഡിൽ പ്രമേയം കൊണ്ടുവന്നതും മൈൻ ഹാജിയാണ്, ലീഗിൻ്റെ നേതാവാണ്. അതാണ് ലീഗ് എടുത്ത സമീപനം. എന്നാൽ ഇപ്പോൾ ഇത് പരിഹരിക്കുമ്പോൾ എല്ലാവിധ പിന്തുണയും നൽകുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി അവർ കൂടി ഏറ്റെടുക്കുകയാണല്ലോ. തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ നേരത്തെ വിൽപ്പന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആ പ്രശ്നങ്ങളെല്ലാം അത് ചർച്ച ചെയ്യേണ്ടത് തന്നെ. പിന്നെ സാമുദായികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ മതവിഭാഗത്തിൻ്റെ ഒരു പ്രശ്നം ഇപ്പുറത്ത്, ഇവരാണ് രാഷ്ട്രീയ പാർട്ടിയല്ലേ, അവരല്ലോ. ഇത് രാഷ്ട്രീയ പരിഹാരമല്ല, നിയമപരമായി കുരുക്കഴിക്കണം. അതിന് അവിടെ ന്യായമായി അവിടുത്തെ അവകാശം കിട്ടേണ്ട സ്ഥിരമായി താമസിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ആളുകൾ, അവർക്ക് ഭൂമിയിൽ അവകാശം ഉറപ്പുവരുത്താൻ പറ്റുന്ന ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. അത് നിയമക്കുരുക്കഴിച്ചേ കഴിയുള്ളൂ. അതാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിനെല്ലാവരും പിന്തുണയ്ക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. പാലക്കാട് പരിസരത്തിൽ ഒരു കാര്യം, ദേശാഭിമാനിയിലല്ല സിറാജിലും സുപ്രഭാതത്തിലും മാത്രമേ പരസ്യം ഉണ്ടായിട്ടുള്ളൂ. സന്ദീപ് വാര്യരെ കുറിച്ചുള്ള പോസ്റ്റുമായി ബന്ധപ്പെട്ട പരസ്യം അല്ല, ഓരോ പരസ്യം ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ കൊടുക്കുക. അപ്പോൾ ഓരോ പത്രങ്ങൾക്കകത്തും പരസ്യങ്ങൾ കൊടുക്കും. ചിലത് മുൻപേജിൽ കൊടുക്കും, ചിലത് പുറകിലെ പേജിൽ കൊടുക്കും, ചിലത് അകം പേജിൽ കൊടുക്കും. ഓരോ പത്രത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടാണല്ലോ. ചിലതിന് കാശ് കൂടുതലായിരിക്കും, അപ്പോൾ അകത്തെ പേജിലായിരിക്കും കൊടുക്കുക. ചിലത് കാശ് കുറവാണെങ്കിൽ മുൻപേജിൽ കൊടുക്കും. അതെല്ലാം പത്രങ്ങളനുസരിച്ച് അവിടുത്തെ ആളുകൾ തീരുമാനിക്കുന്നില്ല. നമുക്ക് പ്രശ്നം ഇപ്പോൾ ഈ പത്രത്തിൽ കൊടുത്തോ അനുമതി വാങ്ങിയോ എന്നല്ലാതെ പരസ്യത്തിൻ്റെ ഉള്ളടക്കത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. മറ്റെല്ലാം സാങ്കേതിക പ്രശ്നങ്ങളല്ലേ. എന്ന് വെച്ചാൽ പരസ്യത്തിൻ്റെ ഉള്ളടക്കം കൊണ്ടിരിക്കുന്നു UDF നേതൃത്വത്തിൽ, അവർ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. RSSന് ഒരേ സമയം പ്രവർത്തിക്കാവുന്ന രണ്ട് പാർട്ടികൾ കേരളത്തിൽ BJPയും കേരളത്തിലെ കോൺഗ്രസുമാണ്. അഖിലേന്ത്യ ഞാൻ പറയുന്നില്ല. അത് തുറന്നു കാട്ടിപ്പെട്ടിരിക്കുന്നു. കാശ്മീർ പ്രശ്നം ഉൾപ്പെടെ എളുപ്പത്തിൽ പരിഹരിക്കാനുള്ള പുതിയ രീതി കോൺഗ്രസും കേരളത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. അത് ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ബാക്കി സാങ്കേതികമായ കാര്യം മാത്രമാണ്. ഉള്ളടക്കം അവർക്ക് തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. അതിൽ ആരും ഇതുവരെ തർക്കം പറഞ്ഞിട്ടുമില്ല.